നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. 3 വർഷത്തിനിടെ 200-ലധികം പേരെയാണ് അവയവ മാഫിയ ഇറാനിലേക്ക് കടത്തിയത്. അറസ്റ്റിലായ സബിത്ത് നാസർ ഒരു മലയാളി ഉൾപ്പെടെ 20 പേരെ സംഘത്തിന് കൈമാറിയെന്ന് മൊഴി നൽകി. ഇരകളായവരിൽ ഏറെയും സ്ത്രീകളാണ്. പ്രതിയെ അങ്കമാലി കോടതിയിൽ ഉടൻ ഹാജരാക്കുമെന്ന് ആണ് ഏറ്റവും പുതിയ വാർത്ത. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ ഇന്ന് പുറത്തു വന്ന വാർത്തയുടെ വിശദാംശങ്ങളൊപ്പം തന്നെ ഈ മലയാളികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. അവരുടെയൊക്കെ വിശദാംശങ്ങൾ ഒക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ പിടിയിലായ സബിത്ത് നാസർ ഈ അവയവ കടത്ത് മാഫിയയുടെ പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സബിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 20-ലധികം ആളുകളെ ഇറാനിലെ ആശുപത്രിയിലേക്ക് വൃക്ക നൽകുന്നതിന് വേണ്ടി താൻ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരുന്നു. അതിലൊരു പാലക്കാട് സ്വദേശി ഉൾപ്പെടെ 20 പേരുണ്ട്. അതിൽ 19 പേർ ഉത്തരേന്ത്യക്കാരാണെന്നും സബിത്ത് മൊഴി നൽകിയിരിക്കുന്നു. ഈ പാലക്കാട് സ്വദേശിയുടെ പരാതിയിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പരാതിയിലാണ് സബിത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ CA ഉൾപ്പെടെയുള്ള സംഘം പാലക്കാടെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സബിത്ത് തൃശ്ശൂരിൽ താമസിച്ചിരുന്ന വീട്ടിലും പോലീസ് സംഘം എത്തി പരിശോധന നടത്തി. 2019-ലാണ് സബിത്ത് ഈ അവയവക്കടത്തിന്റെ ഭാഗമാകുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സബിത്തിന്റെ സഹായികളെ കേന്ദ്രീകരിച്ചും കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. സബിത്തിനെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. സബിത്ത് മറ്റേതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം ഈ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രജിത്ത്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.